ഗുഡ് മോർണിംഗ്, വെൽക്കം ടു വണ്ടർ ബഡീസ്. ഇന്ന് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ഡേ ആണ്. കാരണം ഞങ്ങൾ ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്ത ട്രിപ്പ് ഞങ്ങൾ ഇന്ന് പോവാണ്. വളരെ എക്സൈറ്റ്മെൻ്റ് ആണ് ഞാനും ഷാബുവും. ഇപ്പം ടൈം ഒരു 10:30 ആയിട്ടുണ്ട്. 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എയർപോർട്ടിൽ എത്തണം. പാക്കിംഗ് ഒക്കെ ഒരു 2 വീക്ക് മുമ്പേ കഴിഞ്ഞു. പിന്നെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോകുന്ന വഴി കാണാം ഗൈസ്. ബൈ. അങ്ങനെ ഇതാ നമ്മൾ എയർപോർട്ടിലേക്ക് പോവാം. പറഞ്ഞ പോലെ തന്നെ നല്ല ലേറ്റായി. അതിൻ്റെ ചീത്തവിളിയും കാര്യങ്ങളൊക്കെ എനിക്ക് കേൾക്കുന്നുണ്ട്. എന്താവുമെന്ന് അറിയത്തില്ല. എന്തായാലും ബോർഡിംഗ് പാസ് എടുത്തിട്ട് നമുക്ക് കാണാം. ഇതാ അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി ഒരു വലിയ ക്യൂവിൽ നിൽക്കുകയാണ്. കണ്ടില്ലേ? നിൽക്കി എന്നെ കൂടി കൊണ്ടുപോകും. എനിക്കിങ്ങ് പോവാ. ഗായ്സ് മെല്ലപ്പോ. ഫൈനലി ബഡീസ് നമ്മൾ ഫ്ലൈറ്റ് കയറി. ഞാൻ ആദ്യമായിട്ടോ ഇത്രയും വലിയൊരു ഫ്ലൈറ്റ് കയറുന്നത്. അടിപൊളിയായിരുന്നു. പക്ഷേ പണി വാളിപ്പോയി. നമ്മൾ രണ്ട് സീറ്റിലായി പോയി. പക്ഷേ കുഴപ്പമില്ല, 1.5 മണിക്കൂറത്തെ കാര്യമുള്ളൂ. കാരണം ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ മസ്കറ്റ് എയർപോർട്ടിലെത്തി. നല്ല കിടിലം എയർപോർട്ടായിരുന്നു. അങ്ങനെ ഒരു 3-4 മണിക്കൂർ അവിടെ തെണ്ടി തിരിഞ്ഞ് കിടന്നിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റിന് ടൈമായി. ഫ്ലൈറ്റ് കയറിയപ്പോഴേ നമ്മൾ ഫുഡ് വന്നു. ഫുഡിനകത്ത് എന്തൊക്കെയായിരുന്നു? ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ബണ്ണുണ്ടായിരുന്നു, ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു കേക്ക് ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ വാട്ടർ ഉണ്ടായിരുന്നു, ഞാനൊരു ഓറഞ്ച് ജ്യൂസ്, അവളൊരു ആപ്പിൾ ജ്യൂസ്. അങ്ങനെ ഒന്ന് ഉറങ്ങിയിരുന്നേ. പിന്നെ എന്താണ്ട് ഗായ്സ് നമ്മൾ ബാങ്കോക്ക് എത്തി. അടിപൊളി വ്യൂ ആയിരുന്നു. ഈ എയർപോർട്ടിൽ വന്നവർക്കൊക്കെ അറിയുന്നുണ്ടാകും, എയർപോർട്ടിൻ്റെ പേര് കുറച്ച് വെറൈറ്റിയാണ്. സുവർണഭൂമി വെറൈറ്റി അല്ലേ? എവിടേക്ക് ഒരു മലയാളിത്തം. എയർപോർട്ടിലെ ഫോർമാലിറ്റീസ് എല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. സിമ്മൊക്കെ നമ്മൾ എടുത്തു. അങ്ങനെ നമ്മൾ നമ്മുടെ ഗൈഡിനെയും കണ്ടുപിടിച്ചു. നമുക്ക് ഈ ഒരു ട്രിപ്പിൻ്റെ പ്ലാനെല്ലാം ചെയ്തു തന്നത് നമ്മുടെ ട്രാവൽ പാർട്ട്നേഴ്സ് റോയൽ സ്കൈ ഹോളിഡേയ്സ് ആണ്. അവർ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നു. ഒരു ടെൻഷനും കാര്യം നമുക്കായിട്ടില്ലായിരുന്നു. എല്ലാവരും പ്ലാൻ ചെയ്ത് നമ്മൾ ഡ്രൈവറിൻ്റെ അടുത്തെത്തി. ഇവിടെ എല്ലാം പൊളിയാണ് ഗൈസ്. ഡ്രൈവറിൻ്റെ പേര് കേൾക്കണം. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഒരു 1 hour ട്രാവൽ ചെയ്ത് നമ്മൾ ഇതേ ഹോട്ടലിലെത്തി. ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഒരു 3 hours എടുത്ത ഹോട്ടലാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തപ്പോഴേ ഇതാണ്ടടാ നമ്മുടെ ഡ്രൈവർ വന്നെന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ ബാങ്കോക്കിലെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ടൈഗർ ടോപ്പിയ. ഇവിടുത്തെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? കടുവക്കുട്ടിക്ക് പാല് കൊടുക്കുക. എല്ലാവരും കൊടുക്കുന്നുണ്ട്, നമുക്കും കൊടുക്കാം. കം ഓൺ ഗൈസ്. നമ്മള് ടൈഗറിന്റെ മുതലയുടെ എന്തൊരു സംഭവമില്ല. അപ്പൊ ടൈഗറിനെ നമ്മൾ മീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കേ, കുറെ കടുവക്കുട്ടന്മാരുടെ ദേ ഒരു കുഞ്ഞു സിംഗക്കുട്ടൻ. പക്ഷേ ഞങ്ങൾക്ക് ചെറുതൊന്നും പറ്റാത്തതുകൊണ്ട് ഉള്ളതിൽ ഏറ്റവും വലുതിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം ഞങ്ങൾ എടുത്തു. പിന്നെ അവിടെ നിന്ന് നേരെ ഒരു കരിക്ക് കുടിക്കാൻ പോയി. കരിക്ക് നല്ല ടേസ്റ്റ് ഒന്നും അവൾ പറഞ്ഞു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടുന്ന് ഒരു കരിക്ക് കുടിച്ച് ഞങ്ങൾ ദേ നടന്ന് ക്രോക്കഡൈൽ ഷോ കാണാൻ പോകുന്ന വഴിക്ക് ദേ അവളുടെ ഒരു ഷോ. ദൈവമേ, ഇനി എന്തൊക്കെ കാണേണ്ടി വരും. അങ്ങനെ ഷോ കഴിഞ്ഞ് നേരെ നമ്മൾ ഈ കുഞ്ഞു കുട്ടനെ കാണുമ്പോൾ ഇവന് പാലെ കൊടുത്തു. ആളുടെ മുഖത്ത് നല്ല പേടിയുണ്ട്, പുറത്ത് കാണിക്കുന്നല്ലേ ഉള്ളൂ. എന്താ അഭിനയം നോക്ക്. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പോവാണ്, സാങ്ച്വറി ഓഫ് ട്രൂത്ത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി പച്ചപ്പ് ഹരിതാപമൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു പോകുമായിരുന്നു. എനിക്ക് കാലിന് നല്ല പണി കിട്ടി, നല്ല വേദന ഉണ്ടായിരുന്നു. കാലിന് സർജറി ഒക്കെ കഴിഞ്ഞുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു സ്റ്റെപ്പ് ഇറങ്ങാൻ. പക്ഷെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ദേ ഒരു അരുവി കാണാനുള്ള ആഗ്രഹം കൊണ്ട് എങ്ങനെയൊക്കെയോ അവിടെ. നമ്മുടെ തലയിലൊന്നും വീടായിരിക്കാണ് തൊപ്പി വന്നേക്കുന്നേ. പൊന്നപ്പനെ നോക്ക്. അപ്പം നമുക്ക് മരങ്ങൾ കൊണ്ടുള്ള വിസ്മയം കാണണ്ടേ? വാ, അകത്തോട്ട് പോകാം. പലതരം മരങ്ങൾ കൊണ്ടാണ് അത്രേ ഇവിടെ ഓരോ ശില്പങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര പോസിറ്റീവ് ഒരു എനർജിയാണ് ഇതിനകത്ത്. ശില്പങ്ങളൊക്കെ കൈകൊണ്ട് കൊത്തിയിട്ടാണ് കേട്ടോ അവരുണ്ടാക്കുന്നത്. പോരാത്തതിന് നമുക്ക് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ സ്പോട്ടുകളും അവരുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും സുന്ദരമായ കാഴ്ച. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ വന്നു. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന പോലെ മസാജ് സെൻറ്റർ, ക്ലബ്ബ്, അങ്ങനെയെല്ലാം നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്.
ഈവനിങ്ങിൽ ആക്ച്വലി നമ്മൾ ഫ്രീ ആണ്, നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. എന്തായാലും നമുക്കൊരു തായ് മസാജൊക്കെ ചെയ്യാൻ ഒരു ചെറിയ പ്ലാനൊക്കെ ഉണ്ട്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന്. എല്ലാം തായ്ലൻഡ് സ്റ്റൈലുള്ള ഫുഡായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ കഴിക്കുന്നില്ല, പേരും ചോദിക്കൽ ഓർമ്മയില്ല. പിന്നെ ഇത് ഓർമ്മയുണ്ട്, പൈനാപ്പിൾ റൈസ്, പിന്നെ ഒരു കോക്കനട്ട് സൂപ്പ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിലിട്ട് വന്നു. റൂമിൽ ലഗേജ് ഒക്കെ വെച്ചൊന്ന് സെറ്റായിട്ട് താഴെ പോയി ഒരു മസാജൊക്കെ ചെയ്യണം. റൂമിലെ ബാൽക്കണി വ്യൂ സൂപ്പറാണ് കേട്ടോ, നല്ല ക്ലൈമറ്റ് ആണ് ഇവിടെ. അങ്ങനെ അവസാനം തായ്ലൻഡ് എത്തിയതിൻ്റെ സന്തോഷം എൻ്റെ മുഖത്ത് നല്ലോണം കാണാനുണ്ട്. അതിൻ്റെയൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ കാണുന്നുണ്ടല്ലോ. എന്തായാലും ബാക്കി തായ്ലൻഡ് വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. ഓക്കെ ഗായ്സ്, ബൈ, ഗുഡ് നൈറ്റ്.